ചേക്കിഴാർ സ്വാമികളുടെ പെരിയ പുരാണത്തിലെ അടുത്ത ഒരു ശിവഭക്തൻ്റെ ജീവിതത്തിലേക്കാണ് നാം ഇവിടെ പ്രവേശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ചിറപ്പുലി നായനാർ എന്നാണ്. ഇദ്ദേഹം കാവേരി തീരത്തുള്ള തിരുവാക്കൂർ എന്ന് പറഞ്ഞ ഒരു നഗരിയുണ്ട്. ആ നഗരിയിലാണ് ജനിച്ച് വളർന്നത്. അവിടുത്തെ ജനങ്ങൾ വളരെയേറെ സത്യസന്ധരും ധർമ്മിഷ്ഠരുമാണ്. ആര് എന്ത് യാചിച്ചു വന്നാലും ഒരിക്കലും ഇല്ല എന്ന് പറയില്ല. അവരെന്താണോ ആഗ്രഹിച്ച് വന്നത്, എന്താണോ അവർ ഭിക്ഷ യാചിച്ച് വരുന്നത്, അത് അവർക്ക് കൊടുക്കുമായിരുന്നു. അത്രയ്ക്ക് ധർമ്മിഷ്ഠരായ ജനവിഭാഗമാണ് തിരുവാക്കൂർ എന്ന് പറയുന്ന ഈ സ്ഥലത്തെ ജനങ്ങൾ ചെയ്തിരുന്നത്. അപ്പോൾ അത്രയ്ക്ക് ധർമ്മനിഷ്ഠ പാലിച്ചിരുന്ന അതിൽ പലരും ബ്രാഹ്മണരാണ്. ഈ ചിറപ്പുലി നായനാർ ബ്രാഹ്മണനായ ഒരു ശിവഭക്തനായിരുന്നു. അദ്ദേഹം ശിവയാഗങ്ങൾ നടത്തുമായിരുന്നു. പിന്നെ അതേപോലെ തന്നെ പഞ്ചാക്ഷരി നാമം എപ്പോഴും ജപിച്ചുകൊണ്ടേയിരിക്കും. ഇദ്ദേഹം ശിവഭക്തന്മാരെ ജംഗമ രൂപമായിട്ടും ശിവൻ്റെ വിഗ്രഹത്തെ സ്ഥാവര രൂപമായിട്ടുമാണ് കരുതിയിരുന്നത്. ലിംഗം, ശിവലിംഗം എന്നുള്ളത് സ്ഥാവര രൂപമാണെങ്കിൽ ശിവഭക്തൻ എന്നുള്ളത് ജംഗമ രൂപമായിട്ട് ഇദ്ദേഹം കരുതി ആരാധിച്ചു പോകുന്നു. അപ്പോൾ എങ്ങനെയാണോ ശിവനെ അദ്ദേഹം ആരാധിക്കുന്നത്, അതേപോലെ തന്നെ ശിവഭക്തനെയും ആരാധിക്കുന്നു. ആ നാട്ടിലെ ജനങ്ങളെല്ലാം ഇങ്ങനെ ധർമ്മിഷ്ഠരായിരുന്നു. അതുകൊണ്ട് തിരുஞான സംബന്ധർ ഒരിക്കൽ ഈ പ്രദേശം സന്ദർശിക്കുകയുണ്ടായി. തിരുവാക്കൂർ എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് ചെന്നപ്പോൾ അദ്ദേഹം ഒരു പതികം നിർമ്മിച്ച് പാടി. ആ പാട്ട് അവിടെയൊക്കെ പ്രശസ്തമാകുകയും ചെയ്തു. ആ പാട്ടിൻ്റെ അർത്ഥം സൂചിപ്പിച്ചുകൊണ്ട് ചേക്കിഴാർ സ്വാമി ഈ പെരിയ പുരാണത്തിലെ ചിറപ്പുലി നായനാരുടെ 6 ശ്ലോകങ്ങൾ കൊണ്ട് പറയുന്ന കഥയാണിത്. 6 ശ്ലോകങ്ങളെ അദ്ദേഹം ചിറപ്പുലി നായനാർക്ക് വേണ്ടി ഉപയോഗിച്ചുള്ളൂ. അതിലൊരു ശ്ലോകം ഈ സംബന്ധർ പാടിയ പാട്ടിനെ കുറിച്ചിട്ടാണ്. നമുക്ക് അതുകൂടി നോക്കാം. പൊന്നിനീർ നാട്ടിൽ നീളും പൊർപ്പതി പുവനത്തുള്ളോർ ഇൻകയ്യാൽ ഇരന്ത് ചെன்றോർക്ക് ഇല്ലേ എന്നതേ ഈകം തന്മയാർ എൻ്റെ നന്മയെ ചാർന്ന വേദിയരൈച്ചൺപെൻ മന്നനാർ അരുളി ചെയ്ത മറൈ തിരുവാക്കൂറവൂർ എന്നാണ് ചേക്കിഴാർ സ്വാമി ഈ നാടിനെക്കുറിച്ച്, തിരുവാക്കൂറിനെക്കുറിച്ച് പ്രശംസിച്ച് ചിറപ്പുലി നായനാർ എന്ന ആ ഭാഗത്ത് വിവരിക്കുന്നത്. ഇത്ര ശ്രേഷ്ഠമായ നഗരത്തിലാണ് നമ്മുടെ ചിറപ്പുലി നായനാർ ജീവിച്ചിരുന്നത്. ഇദ്ദേഹം ശിവഭക്തന്മാർക്ക് വളരെയേറെ പ്രാധാന്യം കൊടുത്തിരുന്നു. അങ്ങനെ കൊടുത്ത ഇദ്ദേഹം ആ പ്രദേശത്തിലെ ജനങ്ങളുടെ ഒരു മാതൃകാ പുരുഷനായിരുന്നു. കാരണം പഞ്ചേന്ദ്രിയങ്ങളെ യാതൊരു ഋണാത്മക വശവും ഇദ്ദേഹത്തെ ബാധിച്ചിരുന്നില്ല. അനന്തവും അനാദിമധ്യവും ഇന്ദ്രിയങ്ങൾക്ക് അവിഷയവുമായ ആത്മാവിനെ ജഡദേഹങ്ങളിൽ നിന്ന് വേർതിരിച്ച് ഇദ്ദേഹം എപ്പോഴും കരുതിയിരുന്നു. ശുദ്ധബോധ സ്വരൂപനായിട്ടാണ് ഇദ്ദേഹം ജീവിച്ചിരുന്നത്. കളങ്കമറ്റവനായിരുന്നു. നിത്യനും ഒരു ദുഃഖവുമില്ലാത്തവനും നീ തന്നെയാണ് എന്ന് അദ്ദേഹം ശിവമൊഴികളിൽ നിന്ന് പഠിച്ചിരുന്നു. ആത്മാവ് ഒരിക്കലും ജനിക്കുകയോ മരിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ള ശൈവദർശനവും
അദ്ദേഹം ഉൾക്കൊണ്ടിരുന്നു. ആത്മാവ് ഇതിനു മുമ്പ് ജനിച്ചിട്ടില്ല, ഇനി ജനിക്കുകയുമില്ല, ജനിക്കാത്തവനാണ്, നിത്യനാണ്. ഈ സത്യമെല്ലാം ചിറപ്പുലി നായനാർ മനസ്സിലാക്കിയിരുന്നു. ഞാൻ എൻ്റേത് എന്ന ഭാവം ഉപേക്ഷിച്ച് മനസ്സിൻ്റെ സമനില അഭ്യസിച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവനായിരുന്നു ചിറപ്പുലി നായനാർ. സർവം ബ്രഹ്മമയമെന്ന് എപ്പോഴും മനസ്സിൽ കരുതിക്കൊണ്ട് കർമ്മത്തിൽ ഏർപ്പെടുന്ന ഈ ചിറപ്പുലി നായനാരെ ശിവഭഗവാൻ അങ്ങേറ്റം ഇഷ്ടപ്പെട്ടിരുന്നു. കാരണം യാതൊരു ആഗ്രഹങ്ങളും ചിറപ്പുലിക്കില്ല, യാതൊരു മാലിന്യങ്ങളുമില്ല, നിഷ്കളങ്കനാണ്. എപ്പോഴും ശിവപാദങ്ങളെ മാത്രം സ്മരിച്ചുകൊണ്ട് നിത്യസ്മരണയിൽ ജീവിക്കുന്ന, നിത്യകർമ്മങ്ങൾ, ശിവകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഇദ്ദേഹത്തെ ആ പ്രദേശത്തിലുള്ളവരെല്ലാം മാതൃകാപുരുഷനായി കരുതിയിരുന്നു. അപ്പോൾ ദിവസവും ഇദ്ദേഹം ശിവസേവ ചെയ്യുക മാത്രമല്ല, ശിവഭക്തന്മാർക്കുള്ള ജംഗമരൂപമായി കരുതിക്കൊണ്ട് ശിവപൂജ ചെയ്യുമായിരുന്നു. അങ്ങനെ ശിവസേവയും ശിവപൂജയും എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ചിറപ്പുലി നായനാരെ കണ്ടിട്ട് ശിവലോകത്ത് പാർവതി ദേവി ഒരിക്കൽ ശിവനോട് പറഞ്ഞു അത്രേ, ഇത്രയേറെ വലിയ അങ്ങയുടെ ഭക്തനെ അങ്ങ് എന്താണ് ഇതേവരെ ശ്രദ്ധിക്കാതെ പോകുന്നത്? അദ്ദേഹത്തിന് വേണ്ട ആഗ്രഹങ്ങൾ എന്താണോ അതൊക്കെ അങ്ങക്ക് നിറവേറ്റി കൊടുത്തൂടെ എന്ന് പാർവതി ദേവി ശിവഭഗവാനോട് ചോദിച്ചു. അപ്പോൾ ശിവഭഗവാൻ പറഞ്ഞു, അദ്ദേഹത്തിന് ആഗ്രഹങ്ങളൊന്നുമില്ല, എൻ്റെ പാദങ്ങളെ മാത്രം സ്മരിച്ചുകൊണ്ട് എപ്പോഴും ജീവിക്കുന്ന അദ്ദേഹത്തിന് ഒരു ആഗ്രഹമില്ലാത്തതുകൊണ്ട് ഞാൻ എന്താണ് നിർത്തിച്ചു കൊടുക്കേണ്ടത്? അപ്പോൾ പാർവതി ദേവിക്ക് സംശയമായി, അങ്ങനെ ഒരാൾ ഈ ഭൂമിയിലുണ്ടോ, എന്നാലൊന്ന് പരീക്ഷിക്കണം എന്ന് ദേവി ഭഗവാനോട് പറഞ്ഞു. അപ്പോൾ ദേവിക്ക് വേണ്ടി ഭഗവാൻ അവിടെ ഒരുപാട് രത്നങ്ങൾ ചൊരിഞ്ഞു. വിലപിടിപ്പുള്ള രത്നങ്ങൾ ആ പ്രദേശത്ത്, ആ വീടിന് ചുറ്റും ചൊരിഞ്ഞു. അതേപോലെ തന്നെ അപ്സര സ്ത്രീകൾ അവിടെ വന്ന് ഇദ്ദേഹത്തെ പാടിപ്പുകഴ്ത്താൻ തുടങ്ങി. പക്ഷേ ഇതിലൊന്നും യാതൊരു ശ്രദ്ധയുമില്ലാതെ ശിവപൂജ ചെയ്തുകൊണ്ട് തന്നെ ജീവിച്ചു. രത്നങ്ങളെ അദ്ദേഹം വെറും കല്ലുകളായി കരുതി. അങ്ങനെ അതിലൊരു താല്പര്യവും കാണിച്ചില്ല. അതുപോലെ അപ്സര സ്ത്രീകൾ വന്ന് നൃത്തമാടുമ്പോഴും അദ്ദേഹം അതെല്ലാം ശിവഗണങ്ങളാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് അവരെ പൂജിക്കുകയാണ് ചെയ്തത്. അപ്പോൾ യാതൊരു തരത്തിലും മനസ്സിന് ചാഞ്ചാട്ടമില്ലാതെ സ്ഥിരതയോടെ ശിവപൂജ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇദ്ദേഹം ചെയ്തത്. പാർവതി ഇത് കണ്ട് അത്ഭുതപ്പെട്ടു പോയി. എന്നിട്ട് പാർവതി ദേവി ശിവനോട് പറയുകയാണ്, അങ്ങ് തീർച്ചയായിട്ടും ഈ ശിവഭക്തന് മോക്ഷം നൽകണം. അങ്ങനെ പാർവതി പരമേശ്വരന്മാർ ചിറപ്പുലി നായനാരുടെ വീട്ടിലേക്ക് വരികയും അവരെ ശിവലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും അങ്ങനെ എല്ലായ്പ്പോഴും ശിവനെ തന്നെ ദർശിച്ചു കൊണ്ട് കഴിയാനുള്ള അനുഗ്രഹം അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തു. അതാണ് ചിറപ്പുലി നായനാർ ഏറെ ആഗ്രഹിച്ചതും. എപ്പോഴും ശിവപാദങ്ങളെ കണ്ടുകൊണ്ട് ഇരിക്കണം. അത് ശിവഭഗവാൻ നിറവേറ്റി കൊടുക്കുന്ന കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത്. അപ്പോൾ ശിവഭക്തി കൊണ്ട് ഒരു മനസ്സ് എങ്ങനെ പരിശുദ്ധമായിത്തീരുന്നു എന്നാണ് ഇവിടെ നാം കാണുന്നത്. ഏത് പൂജാവിധാനങ്ങൾ സ്വീകരിച്ചാലും മനസ്സ് പരിശുദ്ധമായി ശിവപൂജ ചെയ്യുന്ന ഒരാളെ ശിവൻ കയ്യേൽക്കുക തന്നെ ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ മനസ്സ് പരിശുദ്ധമാക്കാൻ വേണ്ടിയിട്ടാണ് നാം ഈ ശിവപൂജയൊക്കെ ചെയ്യുന്നത്. മനസ്സിനെ കളങ്കമറ്റതാക്കി തീർക്കുക. അതേപോലെ തന്നെ ഏറ്റവും വിശുദ്ധമായ സാത്വിക തലത്തിലേക്ക് ഉയരുക. അങ്ങനെ എപ്പോഴും സാത്വിക തലം മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമയാണ് ചിറപ്പുലി നായനാർ.
അപ്പോൾ സാത്വിക ഭാവത്തെ എപ്പോഴും കാത്തു സൂക്ഷിച്ചുകൊണ്ടിരുന്ന അത്രമേൽ ശിവഭക്തനായ ഈ ശിവഭക്തൻ്റെ കഥ സാധാരണക്കാരായ നമുക്ക് വളരെയേറെ സഹായകമാണ്. അതായത് ഇവിടെ ഈ കഥയിലൂടെ ചേക്കിഴാർ സ്വാമികൾ പറയുന്നത് നമ്മുടെ മനസ്സ് കന്മഷമില്ലാത്ത നിഷ്കളങ്കമായ ഒരു തലത്തിലേക്ക് എത്തിച്ചേരണം. യാതൊരു ഇന്ദ്രിയ മോഹങ്ങളുമില്ലാത്ത, ഇന്ദ്രിയങ്ങളെ കീഴടക്കിയ, പഞ്ചേന്ദ്രിയങ്ങളെ കീഴടക്കിയ ഒരു ഭക്തന് മാത്രമേ ശിവസായുജ്യം നേടുകയുള്ളൂ. പഞ്ചേന്ദ്രിയങ്ങളെ കീഴടക്കുക എന്നത് വളരെ പ്രയാസമാണ്. ആ പഞ്ചേന്ദ്രിയങ്ങളെ കീഴടക്കാനുള്ള ശക്തി ശിവഭഗവാനിൻ്റെ പൂജ കൊണ്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളെ കീഴടക്കാനുള്ള ശക്തി സമ്പാദിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നാം കണ്ണിൻ്റെ പിന്നാലെ, കാതിൻ്റെ പിന്നാലെ, സ്പർശത്തിൻ്റെ പിന്നാലെയൊക്കെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സഞ്ചാരഗതികൾ തെറ്റായ വഴിയിലൂടെ ഒരിക്കലും പോകരുത്. കാണുന്നതെല്ലാം ശിവരൂപമായി മാറണം, കേൾക്കുന്നതെല്ലാം ശിവമൊഴിയായി മാറണം, സ്പർശിക്കുന്നതെല്ലാം ശിവസ്പർശമായി, ഈശ്വരസ്പർശമായി അനുഭവപ്പെടണം. അങ്ങനെയുള്ള ഒരു തലത്തിലേക്ക് സാധകനെ കൊണ്ടെത്തിക്കുന്ന കഥയാണ് ചേക്കിഴാർ സ്വാമികൾ ചിറപ്പുലി നായനാരുടെ കഥയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന മഹാകാര്യം. ഓം ശിവായ തിരുമൂലർ ദേവായ നമഃ. ഓം ശിവായ ചേക്കിഴാർ സ്വാമിയേ നമഃ.